പ്രധാനമായിട്ട് നമ്മൾ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിത്വങ്ങൾക്ക് അത്തരത്തിലുള്ള സിമ്പതിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി പൊസസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ആയിരിക്കാം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതൊക്കെ. അപ്പൊ ആ കൊച്ചുകുട്ടിയെ കിണറ്റിലെറിയുക എന്ന് പറഞ്ഞത് അവരുടെ സാധാരണമായ ചില എന്താ പറയാ ജീവിത സാഹചര്യങ്ങളോട് ഒത്തുചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഈ ഒരു പ്രവൃത്തി മാത്രമല്ല, ഇത്തരത്തിലുള്ള അവരുടെ എല്ലാ പ്രവൃത്തികളും ഇത്തരത്തിൽ ആന്റി സോഷ്യൽ കണ്ടന്റ് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോ ഇനിയും അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും സാധ്യത മുൻപ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു നോർമലൈസ്ഡ് ആയിട്ട് ഒരു ബിഹേവിയർ ആണ് അവരുടെ. അപ്പോ യഥാർത്ഥത്തിൽ ഈ കൊച്ചുകുട്ടിയെ സാധാരണ ഒരു വ്യക്തിക്ക് തോന്നാത്തൊരു രീതി കൊലപാതകത്തിൽ അവലംബിച്ചിരിക്കുന്നതിന് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ ആ കൊച്ചുകുട്ടിയെ കൊണ്ടുപോകുന്നത് ഈ സ്ത്രീ കണ്ടിട്ടും അതിനെ തടസ്സപ്പെടുത്താതിരുന്നത് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നുള്ള അറിവ് ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളിലും ഈ സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവിധങ്ങളിലായിട്ടുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് ഈ സ്ത്രീയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇത് പറയുകയാണെങ്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയറിന്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടുകയാണ്. ഇങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ആന്റി സോഷ്യൽ ബിഹേവിയറിലുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ചികിത്സയിലൂടെ തന്നെ അല്ലേ ആ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുക? അത് മാറ്റാൻ കഴിയില്ല. ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ല. അത് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റാൻ കഴിയില്ല. അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന അസുഖമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ സാധ്യതയുണ്ടോ? ആന്റി സോഷ്യലിൽ അത് തെറാപ്പിയിലൂടെ മാറ്റാനായിട്ട് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ബാക്കിയുള്ള ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, സ്കിസോഫ്രീനിയ, അതൊക്കെ മെഡിക്കേഷനെ കൊണ്ടൊക്കെ കുറച്ചൊക്കെ കൺട്രോൾഡ് ആയി നിർത്താൻ പറ്റും. ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു ഡിസോർഡർ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ്. അത് ചെറുപ്പത്തിലെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതും അല്ലെങ്കിൽ പിന്നെ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ ഉണ്ടായി വരുന്നതാണ്. അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറ്റുന്നതിന് സാധ്യത കുറവാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സ്വഭാവം അല്ല അത് ചെറുപ്പത്തിലെ തന്നെ നമ്മളുടെ അത് ഫോം ചെയ്തു വരുന്നതാണ്. 18 വയസ്സ് വരെയാണ് അത് നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ, പുറത്ത് കാണാൻ കഴിയുള്ളൂ. 18 വയസ്സിനൊക്കെ ശേഷം, മെച്യൂരിറ്റി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ബിഹേവിയർ ഉള്ളവര് സമൂഹത്തിൽ വളരെ പ്രോസോഷ്യൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക, സാധാരണ ആൾക്കാരുടെ പോലെ തന്നെ. പക്ഷെ അവരുടെ ഇത് പ്രവർത്തിക്കുന്ന സമയത്ത്, അതായത് അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനെ അവര് മുന്നിൽ നിന്നും മാറ്റാനായിട്ട് ഒരു എമ്പതിയും ഒരു സിമ്പതിയും ഒന്നില്ലാതെ ഏത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യും. അതാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയും. അത് മാറ്റാനായിട്ട് കഴിയില്ല, എളുപ്പമല്ല. അത് ചികിത്സിച്ച് മാറ്റല് എളുപ്പമല്ല. ഇവരൊക്കെ ഇനി ജയിലിൽ പോയി കഴിഞ്ഞാലും കുറച്ചും കൂടെ ശക്തമായിട്ട് ആ ഒരു രീതിയിലേക്ക് അവിടെയുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കൂടി അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ തന്നെയല്ലേ മാറുകയുള്ളൂ. അല്ലാതെ ഇവർക്കൊരു മനമാറ്റോ അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റത്തിലേക്കൊന്നും തന്നെ ചെല്ലാനുള്ള ചാൻസസ് വളരെ കുറവാണല്ലേ? അതെ, അത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ജയിൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫെയിലിയർ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ വിദേശത്തെ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇതൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെഷേഴ്സും തന്നെ ഈ വ്യക്തിത്വങ്ങളെ മാറ്റി എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നില്ല. ഒരു ജോബ് തെറാപ്പി അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറാപ്പി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഒരു ഗുഡ് ലൈഫ്സ് മോഡൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് തരത്തിലുള്ള വിവിധ തലത്തിലുള്ള കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, കറക്ഷണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വിദേശങ്ങളിലുണ്ട്. പക്ഷെ അത് ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒന്നും തന്നെ ഇത് കാണുന്നില്ല. അപ്പൊ കുറ്റവാളികൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലകത്ത് പോയി ജയിലിൽ പോയി തിരിച്ചു വരുന്നത് കൂടുതൽ കുറ്റവാളികളായിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാ ഈ പറഞ്ഞ കുറ്റവാളികളും നമ്മളുടെ ഈ ആന്റി സോഷ്യൽ ബിഹേവിയർ പേഴ്സണാലിറ്റി പൊസസ് ചെയ്യണമെന്നില്ല. ചില സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന ക്രൈമുകളുണ്ട്. അതൊന്നും ആന്റി സോഷ്യൽ ബിഹേവിയറിൽ വരുന്നില്ല. പക്ഷെ ഈ അനാലിസിസിൽ ഈ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇവരുടെ കേസും ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ആന്റി സോഷ്യൽ ബിഹേവിയർ കാരണം കൊണ്ടാണ് ഇതിലെ ഒരു പ്രധാന ഈ ക്രൈംസ് ഒക്കെ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഈ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ, കറക്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഇന്ത്യൻ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും തന്നെ അത് കറക്റ്റഡായി തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയും കുറവാണ്. അത് നമ്മൾ ഫാക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെയും പോരായ്മയും കൂടെയാണത് അങ്ങനെ സംഭവിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.